മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗം. അതിൻ്റെ പ്രഥമ ഭാഗം സാഖ്യ സന്ദർഭം, ദ്വിതീയ ഭാഗം യോഗ സന്ദർഭം. അതിലെ പ്രഥമ ഭാഗത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അർജുനനോട്, ഇതുവരെ നിനക്ക് ഞാൻ സാഖ്യബുദ്ധിയെ പറഞ്ഞു തന്നു, ഇനി യോഗബുദ്ധിയെ പറഞ്ഞു തരാം. അതിൻ്റെ ഒരു ഉപോത്ഘാത ഘട്ടത്തിലാണ് നാം നീങ്ങി വരുന്നത്. ഭഗവാൻ സാഖ്യത്തെ ഉപദേശിച്ചിട്ട് സർവകർമ്മ സന്യാസത്തെ പുനരീക്ഷണം ചെയ്ത് ശോധനാപൂർവം അവതരിപ്പിക്കുന്നു എന്നാണ് നാം കണ്ടത്. സന്യാസം എന്ത് കാര്യമാണ്? പ്രാപ്തത്തിൻ്റെ ത്യാഗമാണെന്ന് നാം ഏതാണ്ട് കണ്ടു. വസ്തു പ്രാപ്തമില്ലെങ്കിൽ എന്തിനെയാണ് ത്യജിക്കുക? ഉത്തരം ത്യാഗം നാം മാനിക്കുന്നതിൻ്റെ, അതായത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള വിചാരത്തിൻ്റെ ത്യാഗമാണ് സന്യാസം. വിചാരം ഉണ്ടെങ്കിൽ വസ്തു ഇല്ലെങ്കിലും വസ്തു ത്യജിച്ചാലും സന്യാസമാകുന്നില്ല. വിചാരം ഇല്ലെങ്കിൽ വസ്തു ഉണ്ടെങ്കിലും വസ്തു ത്യജിച്ചില്ലെങ്കിലും സന്യാസമാണ്. വളരെ സ്പഷ്ടവും കൃത്യതയാർന്നതും സംശയലേശം വരാത്തതുമായ ഒരു ഭാഷ്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് മുമ്പിൽ വയ്ക്കുന്നത്. അതിനെ സ്പഷ്ടതയാ തന്നെയാണ് ആചാര്യ ശങ്കരാചാര്യരും വ്യവച്ഛേദിക്കുന്നത്. വളരെ സ്പഷ്ടവും വസ്തുനിഷ്ഠവുമായ ത്യാഗമെന്നത് നാം മാനിക്കുന്നതിൻ്റെ ത്യാഗമാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള വിഷയത്തിൻ്റെ ത്യാഗമാണ്. അത് വസ്തുവിഷയകമായാലും ക്രിയാവിഷയകമായാലും ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളെ വസ്തുവിഷയകമായോ ക്രിയാവിഷയകമായോ ത്യജിക്കുന്നതാണ് സന്യാസം. വസ്തുക്കളിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള മോഹം എന്നുമുള്ള വിചാരം മോഹമാണ്. ക്രിയയിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള വിചാരം കർത്തൃത്വവും ഭോക്തൃത്വവുമാണ്. ഇവിടെ രണ്ടുണ്ട്. വസ്തുവിൽ ഞാൻ എൻ്റെ എന്ന രണ്ട് ഭാവങ്ങൾ, അതിന് മോഹം എന്നാണ് പറയുക. രണ്ട്, ക്രിയയിൽ ഒരു ക്രിയയെ ചെയ്യുമ്പോൾ കർത്താവായി ഒരാൾ, അതിനെ അനുഭവിക്കുമ്പോൾ ഭോക്താവുമായി. ക്രിയയിൽ ഞാൻ എൻ്റെ എന്ന ഭാവം കർത്തൃത്വവും ഭോക്തൃത്വവുമാണ്. അത് പ്രാപ്തമാണ്. വിഷയം പ്രാപ്തമല്ല, മോഹം മാത്രമാണ്. വിഷയത്തിലെ മോഹം വിഷയം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല. വിഷയം ഉപേക്ഷിച്ചു എന്നോർത്ത് കർത്തൃത്വവും ഭോക്തൃത്വവും പോവില്ല. ക്രിയയെ ഉപേക്ഷിച്ചാലും കർത്തൃത്വവും ഭോക്തൃത്വവും പോവില്ല. നിഷ്ക്രിയനാണെന്ന് തോന്നുമാർ ഒരാളിരിക്കുമ്പോഴും മാനസികമായി അയാൾക്ക് അതേ കർമ്മം മനസ്സുകൊണ്ട് ചെയ്യാം.
അയാളുടെ മനസ്സിൽ കർമ്മം നടക്കുന്നത് തിരിച്ചറിയാൻ വഴിയില്ല. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ നിയമം? അപ്പോൾ എൻ്റേതെന്നും ഞാനെന്നുമുള്ള ഈ ബോധം അത് പ്രാപ്തമാണ്. ആ പ്രാപ്തത്തിൻ്റെ പരിത്യാഗമാണ് സന്യാസം. അത് ഞാൻ എൻ്റെ എന്നിങ്ങനെയുള്ളത് മാറാതെ വനത്തിൽ പോയിട്ടും സുരഥ മഹാരാജാവും സമാധി എന്ന വൈശ്യനും സന്യാസം നേടിയില്ല എന്ന കഥ പ്രസിദ്ധമാണ്. ദേവീ മാഹാത്മ്യത്തിൽ സുരഥൻ്റെയും സമാധിയുടെയും കഥയുണ്ട്. ചക്രവർത്തിയായ സുരഥൻ നായാട്ടിന് പോയി. ഒരു പന്നിയെ കണ്ടു. അമ്പേറ്റ പന്നി മാണ്ഡലികന്മാരുടെ ഭൂമിയിൽ ചെന്നു വീണു. താൻ നായാടിയ പന്നി തൻ്റേതാണെന്ന് പറഞ്ഞ് രാജാവും തങ്ങളുടെ സ്ഥലത്ത് വീണു എന്ന് പറഞ്ഞ് മാണ്ഡലികന്മാരും ഏറ്റുമുട്ടിയപ്പോൾ രാജാവ് തോറ്റുപോയി. ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതും സംഭവിക്കരുതാത്തതുമാണ് സംഭവിച്ചത് രാജാവിനെ സംബന്ധിച്ച്. തോറ്റ രാജാവ് തിരിച്ച് രാജ്യത്തെത്തുമ്പോൾ രാജ്യമെല്ലാം മന്ത്രിമാരും ഒക്കെ കൈയടക്കി കഴിഞ്ഞു. രാജാവുമല്ലേ നായാട്ടിനെന്ന വ്യാജേന പുറത്തു കടന്ന് സുമേധസ്സു മഹർഷിയുടെ ആശ്രമത്തിൽ വനത്തിലെത്തി. രാജ്യം വെടിഞ്ഞ് മഹർഷിയുടെ ആശ്രമത്തിലെത്തുമ്പോഴും സുരഥൻ്റെ മനസ്സിൽ തൻ്റെ ഭാര്യയെ, കുഞ്ഞിനെ, ആനയെ, രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകളാണ് നിറഞ്ഞത്. സുമേധസ്സുമായി ചർച്ച ചെയ്യുമ്പോഴും ഇതുണ്ട്. മറ്റൊരാൾ സമാധി എന്ന വൈശ്യനാണ്. അയാൾ നല്ല വൈശ്യവൃത്തി ചെയ്തവനാണ്. ഭാര്യയും മക്കളുമെല്ലാം കൈയടക്കി അയാളെ പുറത്താക്കി. അയാളും വന്നു ചേർന്നത് സുമേധസിൻ്റെ ആശ്രമമുറ്റത്താണ്, വനത്തിൽ. അയാളും ഓർക്കുന്നത് മറ്റൊന്നല്ല. അപ്പോൾ രാജ്യം വെടിഞ്ഞു, തൻ്റെ സമ്പത്ത് മുഴുവൻ വെടിഞ്ഞു, വനത്തിലെത്തിയിട്ടും സുരഥനോ സമാധിയോ സന്യാസം നേടിയില്ല. ഞാനെന്നും എൻ്റെയെന്നുമുള്ള ഭാവം പോയാൽ വസ്തു ഉപേക്ഷിക്കാതെ തന്നെ ജനക മഹാരാജാവിനെ പോലുള്ളവർ സന്യാസിമാരായി, ത്യാഗികളായി. അപ്പോൾ വസ്തുസന്യാസവും ക്രിയാസന്യാസവും എന്തുകൊണ്ട് ചെയ്യുന്നു? വസ്തുസന്യാസമൊന്ന്, ക്രിയാസന്യാസമൊന്ന്. സന്യാസദാർഢ്യത്തിനു വേണ്ടി എന്നുത്തരം. സന്യാസം ദൃഢതരമാവാൻ വേണ്ടിയാണ് വസ്തുസന്യാസവും ക്രിയാസന്യാസവും ചെയ്യുന്നത്. അത് ചെയ്തു നോക്കുമ്പോഴാണ് അറിയുന്നത് തന്നിൽ സന്യാസം ദാർഢ്യമുള്ളതാണോ അല്ലയോ എന്ന്. വസ്തുവിൽ മമതയില്ലാതാക്കിയാലും വീണ്ടും സംസ്കാരവശാൽ മമതയുണ്ടാവാറുണ്ട്. ഈ മമത വന്നതിനെക്കുറിച്ച് ആശങ്കയില്ലെങ്കിൽ വസ്തു സന്യാസം ചെയ്യാതെയും കൂടി സന്യാസം തന്നെയാണ്. അപ്പോൾ ആത്മാവ് കേവലവും സ്വതന്ത്രവും നിത്യവുമാണെന്ന് നിരന്തരമായി ഉപാസിച്ചറിഞ്ഞ് സംസ്കാരം കൊണ്ടുവരുന്ന മമതയൊന്നും
തൻ്റേതാണെന്ന് ആശങ്ക വരുന്നില്ലെങ്കിൽ വസ്തുവിനെ സന്യസിക്കാതെ തന്നെ സന്യാസമാണ്. ഇത് തന്നെയാണ് കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും നില. ക്രിയകളെ ചെയ്യുമ്പോഴും കർത്തൃഭാവമില്ലാതിരിക്കുന്നുവെങ്കിൽ ക്രിയാസന്യാസമുണ്ട്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ചെയ്യാത്തവനായി തീരുക. എന്നാൽ ക്രിയകളെ ചെയ്യാതെയും കൂടി കർത്തൃഭാവം മനസ്സിലുണ്ടെങ്കിൽ അയാൾ സന്യാസിയല്ല, മിഥ്യാചാരനാണ്. മിഥ്യാചാരഃ സൗച്യതി. ഇത് മുന്നോട്ട് പറയും 3-ാം അധ്യായത്തിൽ. ഇപ്രകാരം സാഖ്യതത്വത്തെ ഭഗവാൻ സംശോധിത രൂപത്തിൽ പ്രസ്താവിച്ചു. ഇതിനെ ഉപസംഹരിച്ചുകൊണ്ടാണ് ഭഗവാൻ, ഈ സാഖ്യതത്വത്തെയെല്ലാം ഉപസംഹരിച്ചുകൊണ്ടാണ് ഭഗവാൻ സുഖദുഃഖേ സമേ കൃത്വ, അത്തരമൊരു സന്യാസത്തിൽ സാഖ്യ പ്രവചിതമായ സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് സുഖദുഃഖേ സമേ കൃത്വ എന്ന് പൂർവശ്ലോകത്തിൽ ചെയ്തത്. സുഖദുഃഖേ ഇത് ഫലനിർദ്ദേശമാണ്. ലാഭാലാഭൗ എന്നത് വസ്തുനിർദ്ദേശവും. സുഖവും ദുഃഖവും ഫലമാണ് പ്രാപ്തത്തിൻ്റെ. ലാഭവും അലാഭവും വസ്തുനിർദ്ദേശമാണ്. ജയാ അജയൗ എന്നത് ക്രിയാനിർദ്ദേശമാണ്. ജയിക്കുക പരാജയപ്പെടുക 2 ക്രിയകളാണ്. ലഭിക്കുക നഷ്ടപ്പെടുക വസ്തുക്കളാണ്. സുഖം ദുഃഖം എന്നിവ 2ഉം ഫലമാണ്. ക്രിയയുടെയും അതുപോലെ തന്നെ വസ്തുവിൻ്റെയും വസ്തുപ്രാപ്തത്തിൻ്റെയും ഫലമായി ഉണ്ടാകുന്നതാണ്. സുഖവും ദുഃഖവും സമമാണെന്ന് വിചാരിക്കുകയല്ല, സമമാക്കുകയാണ്. വിചാരിക്കുന്നതിൽ മാന്യത മാത്രമേ ഉള്ളൂ. വിചാരിച്ചാൽ പോരാ, സമമാക്കണം. വിചാരിക്കുന്നത് പറഞ്ഞാൽ ഭ്രാന്തിരൂപം അഥവാ ആഹാര്യരൂപമാന്യത മാത്രമാണ്. സുഖവും ദുഃഖവും തുല്യമാണ് എന്നു മനസ്സിലാക്കുന്നത് ഭ്രാന്തിയാണ്. ആഹാര്യജ്ഞാനമാണ്. സുഖവും ദുഃഖവും സമാനമാകണം, സമമാകണം. തദനുകൂലം സാധനാനുഷ്ഠാനം തന്നെ സമീകരണമാണ്. അതുപോലെ തന്നെ ലാഭവും അലാഭവുമാണ് നോക്കേണ്ടത്. വസ്തു കിട്ടിയതിലും കിട്ടാത്തതിലും 2ലും പ്രത്യേകതയില്ല. വരാനുള്ളത് വന്നു, പോകാനുള്ളത് പോയി. വസ്തു കിട്ടിയതിലും നമ്മുടെ ഉള്ളിലൊരു അന്തരമില്ല, പോയതിലും ഉള്ളിൽ അന്തരമില്ല. അതിനാൽ ലാഭത്തിലും ഹാനിയിലും പ്രത്യേകതയില്ല. ഇത് ലാഭാലാഭങ്ങളുടെ സമീകരണമാണ്. ഇത് തന്നെ ജയപരാജയങ്ങളുടെ കാര്യത്തിലും കൂടിയാണ്. സുഖദുഃഖ സമീകരണത്തിൽ സ്വരൂപബോധം തെളിയുന്നു. ലാഭാലാഭ സമീകരണത്തിൽ വസ്തു സന്യാസവും
ജയാജയ സമീകരണത്തിൽ ക്രിയാസന്യാസവും ഉളവാകും. ഭഗവത്ഗീത ലാഭാലാഭങ്ങളെ, ജയാപജയങ്ങളെ, സുഖദുഃഖങ്ങളെ ചൂണ്ടിക്കാണിച്ച് സമീചീനമായ സന്യാസത്തിൻ്റെ ലാഭാലാഭങ്ങൾ സമമാകുമ്പോൾ വസ്തുസന്യാസമുണ്ടാകും. സുഖദുഃഖങ്ങൾ ഒരാൾക്ക് സമമാകുമ്പോൾ അയാൾ സ്വരൂപബോധം തെളിയുന്നു. ജയാജയങ്ങൾ ഒരാൾക്ക് സമമാകുമ്പോൾ ക്രിയാസന്യാസമുളവാകുന്നു. ഇങ്ങനെ സാഖ്യയോഗ വിഷയകമായ ബുദ്ധി പറഞ്ഞു. അതുകൊണ്ട് യേഷാദേ അഭിഹിതാ സാഖ്യേ എന്നിങ്ങനെ ഭഗവാൻ ഉപദേശിച്ചു. ഇനി യോഗേത്വിമാം ശൃണു. മുന്നോട്ട് ഭഗവാൻ യോഗബുദ്ധി പറയാൻ പോകുന്നു. അതേത് യോഗമാണ്? അഷ്ടാംഗയോഗത്തിൻ്റെ വർണ്ണനം മുന്നിലില്ല. ആളുകൾ പറയുന്നത് കർമ്മയോഗം മുന്നോട്ട് പറയുമെന്നാണ്. എന്നാൽ യോഗമെന്നാൽ പാതഞ്ജലയോഗമാണ്. ശബ്ദങ്ങളെ കേവലം മാറ്റിമറിച്ചിട്ടെന്ത് ലാഭമാണ്? യമനിയമാദികളെയും പ്രാണായാമാദികളെയും യോഗമെന്നു പറയാതെ കർമ്മത്തെ യോഗമെന്നു പറഞ്ഞിട്ടെന്ത് ലാഭം? യോഗത്തിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ വിചാരം ചെയ്യാം. യോഗമെന്ത്? എന്തുകൊണ്ട് ചെയ്യുന്നു? ഇതിന്മേൽ വിചാരം ചെയ്യുക. യോഗത്തിൻ്റെ സാമാന്യ ലക്ഷണം പാതഞ്ജലം പറഞ്ഞിട്ടുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി നിരോധം തന്നെ ശരിയായി യോഗമാണ്. യമനിയമാദികൾ ചിത്തവൃത്തി നിരോധനത്തിൽ സാധനകളാകയാൽ യോഗമെന്ന് പറഞ്ഞു. സാധനത്തിൽ സാധ്യവ്യവഹാരമുണ്ട്. എങ്ങനെയെന്നാൽ ലാങ്കുലം, ജീവനം, ആയുർവൈകൃതം. ഒരു രോഗി പറയുന്നു, എൻ്റെ ജീവൻ തന്നെ ഔഷധമാണ്. എൻ്റെ ജീവൻ, എൻ്റെ ആയുസ് കൃതമാണ്. ഏതൊരു വൈശ്യൻ പറയുന്നു, എൻ്റെ ജീവൻ വ്യാപാരമാണ്. ഇവിടെ ജീവൻ എന്നതിനർത്ഥം ജീവൻ്റെ സാധനം. എന്തുകൊണ്ടെന്നാൽ ജീവൻ മനുഷ്യനിലും മരുന്ന് കടയിലുമാണ്. അവയുടെ അഭിന്നത സാധ്യമല്ല. ഇപ്രകാരം യമനിയമാദികളും യോഗമാണ്. അർത്ഥം യോഗസാധനമാണ്. പ്രാണായാമവും യോഗസാധനയാണ്, യോഗമല്ല. യോഗം എന്ന് ചിത്തവൃത്തി നിരോധത്തെ തന്നെയാണ് പതഞ്ജലി പറയുന്നത്. ചിത്തവൃത്തികൾ എന്തുകൊണ്ടുണ്ടാകുന്നു? എന്തുകൊണ്ടതിൻ്റെ നിരോധമുണ്ടാവുന്നില്ല? പ്രാണായാമാദികളുടെ ആവശ്യകത എന്തുകൊണ്ടുണ്ടാകുന്നു? ഉത്തരമിതാണ്. മനസ്സിൽ അനേകവിധ വാസനകൾ നിറഞ്ഞിരിക്കുന്നു. സംസാരവും കിടക്കുന്നു. ആ വാസനകൾ നിമിത്തം മനസ്സിൽ വൃത്തി പെരുകുന്നു. മനസ്സ് സാർവഭൗമനാണ്, ചക്രവർത്തിയാണ്.
ചക്രവർത്തി സദൃശമായ മനസ്സിനെ ചക്രവർത്തി സദൃശമായ തലത്തിലല്ലാതെ നേരിടാനും ആവില്ല. മനസ്സ് വൃത്തികളുടെ രംഗവേദിയാണ്. അവയുടെ നിരോധം പറ്റാത്തത് വാസന ഒന്ന് മറ്റൊന്നിന് ജന്മം നൽകുന്നു. അങ്ങനെ പരമ്പര തുടരുന്നു. വാസന കൊണ്ട് കാമന, കാമനയിൽ നിന്ന് പുനർവാസന. വാസനകളാൽ മനസ്സിൽ ഇച്ഛാദ്വേഷാദികളുണ്ടാകുന്നു. അതിൽ നിന്ന് പുതിയ വാസനകൾ ഉൽപ്പന്നമാകുന്നു. ഇപ്രകാരം അനാദികാലം മുതൽക്ക് ഈ പരമ്പര തുടരുന്നു. ഇത് അനാദ്യന്തമാണ്. എന്നു പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തതാണ്. യമനിയമാദികളുടെയും പ്രാണായാമത്തിൻ്റെയും ആവശ്യമെന്ത്? യമനിയമങ്ങൾ കൊണ്ട് ചിത്തം കുറച്ച് ശാന്തമാവുന്നു, നിർമ്മലമാവുന്നു. പ്രാണായാമം കൊണ്ട് ചിത്തം പിടിയിലൊതുങ്ങുന്നു. പ്രാണബന്ധനം ഹി സൗമ്യ മന എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. യോഗശാസ്ത്രങ്ങളിൽ മനസ്സും പ്രാണനും തമ്മിൽ വളരെ ഭാരിച്ച സംബന്ധം പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രാണായാമത്തിന് വളരെ മഹത്വമുണ്ട്. പ്രത്യാഹാരത്തിൻ്റെ പ്രയോജനമാകട്ടെ സ്പഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയങ്ങൾ വഴി തന്നെയാണ് പ്രായേണ നവീന സംസ്കാരങ്ങൾ അകത്തു പ്രവേശിക്കുന്നത്. ദൃഷ്ട, ശ്രുത, സ്പൃഷ്ട വസ്തുക്കളുടെ സംസ്കാരം, ദൃഷ്ട, ശ്രുത, സ്പൃഷ്ട വസ്തുക്കളുടെ സംസ്കാരം അത് മനസ്സിലെത്തും. കാണുന്നവയുടെ, കേൾക്കുന്നവയുടെ, സ്പർശിക്കുന്നവയുടെയൊക്കെ സംസ്കാരം മനസ്സിലെത്തും. തത് അനുസാരം അവയ്ക്കനുസരണമായി തുടർന്നു വാസനയുളവാകുന്നു. പുനഃ വീണ്ടും കാമന, പുനഃ വൃത്തി, വീണ്ടും വൃത്തി. ഈ പരമ്പര തുടരുകയാണ്. അതിനാൽ ഇന്ദ്രിയ നിഗ്രഹരൂപമായ, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്ന പ്രത്യാഹാരവും യോഗത്തിന് അത്യന്താപേക്ഷിതമാണ്. ധാരണ, ധ്യാനം, സമാധിയാകട്ടെ യോഗത്തിൻ്റെ പൂർവോത്തര ഭാവി ഭൂമിക തന്നെയാണ്. ഇപ്രകാരം അഷ്ടാംഗയോഗാഭ്യാസം ചെയ്യുന്നതുകൊണ്ട് ഏത് അന്തിമ സമാധിയുണ്ടോ അതും കേവലം അംഗം മാത്രമാണ്. അതിൻ്റെ ഫലം ഋതംബരാപ്രജ്ഞയാണ്. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലൂടെ അർജുനനെ നിമിത്തമാക്കി നമുക്ക് ഈ മഹത് സന്ദേശങ്ങൾ തന്ന ശ്രീകൃഷ്ണ മഹാപ്രഭുവിനായിക്കൊണ്ട് നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം.